മികച്ച രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ സഹായമായ വാറൻ ബഫറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ലോകം കാതോർക്കുന്ന നിക്ഷേപ ഗുരുവാണ് വാറൻ ബഫറ്റ്. ലോക കോടീശ്വരന്മാരിൽ മുൻനിരയിലെത്തിയിട്ടും ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. 1958 $3150 വാങ്ങിയ ഒഹാമയിലെ പഴയ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത്. നിക്ഷേപ ലോകത്തെ അമ്പരിപ്പിച്ച മഹാനായ നിക്ഷേപൻ്റെ ചില മാർഗനിർദ്ദേശങ്ങളാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ആദ്യം പണം മാറ്റിവെക്കുക. പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ആദ്യം പണം മാറ്റിവെക്കേണ്ടത്. ചിലവ് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയല്ല സേവ് ചെയ്യേണ്ടത്. സേവിങ്സ് നടത്തി കഴിഞ്ഞ് ബാക്കിയുള്ള തുകയാണ് ചെലവ് ചെയ്യേണ്ടതെന്നാണ് വാറൻ ബഫറ്റ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ കൈവശമുള്ള പണത്തിന് ആനുപാതികമായ ഒരു ബഡ്ജറ്റ് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും സമയം ലാഭിക്കാനും സഹായകമായ ഒരു നിർദ്ദേശമാണിതെന്നാണ് വാറൻ ബഫറ്റ് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം പറയുന്നത്, അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുക. റെഡ്യൂസ് യുവർ അൺനെസസറി എക്സ്പെൻസസ്. അതായത് സാമ്പത്തിക സമൃദ്ധിയുടെ ലളിതമായ രഹസ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക എന്നത്. ആവശ്യവും അനാവശ്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പോൾ പലർക്കും അറിയപ്പെടാത്തതും അത് തന്നെയാണ്. ഏതാണ് നമുക്ക് ആവശ്യം, ഏതാണ് അനാവശ്യം. ഒറ്റ നോട്ടത്തിൽ മനുഷ്യന് ആവശ്യമില്ലാത്തതൊന്നും ഇല്ലെന്ന് കാണാം. നമുക്ക് ഈ ലോകത്തുള്ളത് എല്ലാതും ആവശ്യമുള്ളതായിട്ട് പലർക്കും പലതും തോന്നാം. എന്നാൽ ജീവിതത്തിൽ അധിക ചിലവ് വരുത്തി വയ്ക്കുന്ന അനാവശ്യങ്ങൾ കുടഞ്ഞെറിഞ്ഞ് പഠിക്കേണ്ടതാണ് ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണെന്നാണ് ബഫറ്റ് പറയുന്നത്. ഇത്തരത്തിൽ ചെറിയ സേവിങ്സ് കാലക്രമേണ വലിയ സമ്പാദ്യമായി തണൽ വിരിച്ച് നിൽക്കുമെന്ന് ബഫറ്റ് പറയുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ, കടബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവോയ്ഡ് ഡെറ്റ്. അതായത് നല്ലൊരു ബജറ്റ് ഉണ്ടാക്കി വരുമാനത്തേക്കാൾ കുറഞ്ഞ ചിലവ് നടത്തുക എന്നതാണ് അടിസ്ഥാനം. ഇതിലൂടെ കടം എന്ന തലവേദന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്തിനും ഏതിനും വായ്പകൾ ലഭിക്കുന്ന ഇക്കാലത്ത് ഓൺലൈൻ വായ്പ പോലും നമുക്ക് ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ സാമ്പത്തികമായി സ്മാർട്ടായി ചിന്തിക്കേണ്ടതാണ്. ക്രെഡിറ്റ് കാർഡുകൾക്ക് പോലും എതിരായി നിലകൊള്ളുന്ന വ്യക്തിയാണ് വാറൻ ബഫറ്റ്. തൻ്റെ ജീവിതത്തിലും കടബാധ്യത അകറ്റി നിർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നാലാമത്തെ കാര്യം പുള്ളി പറയുന്നത്, നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതായത് 2023 വാറൻ ബഫറ്റിൻ്റെ ബെർക്ക്ഷയർ ഹാത്വേ ജനറൽ യോഗത്തിൽ ബഫറ്റ് ഇങ്ങനെ പറഞ്ഞു. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മികച്ചവരായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അവ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല. അതിനാൽ ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെ നടത്തുന്നതാണ്. ഇതിന് നികുതിയൊന്നും നൽകേണ്ടതില്ലല്ലോ. പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നതിനോടും വാറൻ ബഫറ്റ് യോജിക്കുന്നില്ല. സന്തുലിതമായി ആസ്വദിക്കാൻ സാധിക്കുന്ന ജീവിതമാണ് ആവശ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനായി ഹ്രസ്വകാല നേട്ടത്തെക്കാൾ ദീർഘകാല വരുമാനത്തിലായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് വാറൻ ബഫറ്റ് പറയുന്നത്. അപ്പോൾ വാറൻ ബഫറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇനിയും വാറൻ ബഫറ്റിനെ കുറിച്ചുള്ള നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ബഫറ്റിൻ്റെ നമുക്ക് സാമ്പത്തികമായി സഹായകരമാകുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. അതുകൂടാതെ ചെറിയൊരു ഹെൽപ്പും കൂടി നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം പുതിയ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ വാറൻ ബഫറ്റിനെ കുറിച്ച് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഉപകാരപ്രദമായിരുന്നു. അങ്ങനെ ഒരു നന്മ ചെയ്യാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.